നമസ്കാരം. M4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 5 മണിക്കൂറിലേറെ തുടർച്ചയായി പെയ്ത മഴയിൽ പുതുക്കാട് മണ്ഡലത്തിന്റെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം. ജില്ലയിൽ പെരുമഴ പെയ്ത് പലയിടത്തും മലവെള്ളപ്പാച്ചിലും ഗതാഗത തടസ്സവും. വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മാനഹാനി വരുത്തിയ പുതുക്കാട് പാഴായി സ്വദേശി അറസ്റ്റിൽ. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി അറസ്റ്റിലായ യുവാവിനെ റിമാൻഡ് ചെയ്തു. റോഡ് നിർമ്മാണത്തിലെ അശ്രദ്ധ. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ഭാരം കയറ്റി വന്ന ലോറി ആക്സിലൊടിഞ്ഞ് ചരിഞ്ഞു. വരന്തരപ്പള്ളി കുറുമാലി പുഴയ്ക്ക് കുറുകെയുള്ള കന്നാറ്റുപാടം ബ്രിട്ടീഷ് പാലത്തിന്റെ ഇരുവശത്തും ഒടുവിൽ സുരക്ഷാഭിത്തി നിർമ്മിച്ചു. കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. 5 മണിക്കൂറിലേറെ തുടർച്ചയായി പെയ്ത മഴയിൽ പുതുക്കാട് മണ്ഡലത്തിന്റെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം. പാലപ്പിള്ളി, ഭരത, ചെമ്പങ്കണ്ടം പ്രദേശങ്ങളിൽ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കല്ലൂർ, ആലേങ്ങാട് പ്രദേശത്ത് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത നേന്ത്രവാഴത്തോട്ടങ്ങളിലും പാടശേഖരങ്ങളിലും വെള്ളം കയറി. പാലപ്പിള്ളി, മൈസൂർ ഭാഗത്ത് മലയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടുകളിൽ കയറിയതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. കവരംപിള്ളി, നടാമ്പാടം എന്നിവിടങ്ങളിൽ തോട് കരകവിഞ്ഞ് വീടുകളിലും റോഡിലും വെള്ളം കയറി. ഭരത, ചെമ്പങ്കണ്ടം ഭാഗത്ത് മലവെള്ളപ്പാച്ചിലിൽ മാക്കിലക്കുളം തോടിന്റെ ബണ്ട് ഇടിഞ്ഞ് തോട് ഗതിമാറിയൊഴുകി. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ വെള്ളം കുതിച്ചെത്തിയതോടെ വ്യാപകമായി കൃഷി നശിച്ചു. കുരിടി പാലത്തിന് സമീപം റോഡിൽ വെള്ളം കയറിയതോടെ വരന്തരപ്പള്ളി റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. മഴ ശക്തമായി പെയ്തതോടെ വരന്തരപ്പള്ളി മേഖലയിലെ ചെറു റോഡുകൾ പലതും വെള്ളക്കെട്ടിലായി. ഇതോടെ വരന്തരപ്പള്ളി, പള്ളിക്കുന്ന്, വേലുപാടം സ്കൂളുകൾ നേരത്തെ വിട്ടു. പൂക്കോട്, കാവല്ലൂർ പാടം നിറഞ്ഞു കവിഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറി. കുറുമാലി, മണലി പുഴകളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി. ജില്ലയിൽ പെരുമഴ പെയ്ത് പലയിടത്തും മലവെള്ളപ്പാച്ചിലും ഗതാഗത തടസ്സവും. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിൽ. ഷൊർണൂരിൽ ഇറിഗേഷൻ ഓഫീസിൽ വെള്ളം കയറി. തൃശൂരിൽ നഗരപ്രദേശങ്ങളിലും മലയോര മേഖലയിലും ശക്തമായ മഴയാണ് പെയ്തത്. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിലിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ കമ്പനിപ്പടി പ്രദേശത്ത് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഇക്കണ്ട വാര്യർ റോഡിലും മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്തും വെള്ളക്കെട്ട്. അശ്വിനി ആശുപത്രിയുടെ സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മണ്ണാർക്കാട്, തെങ്കര, കാഞ്ഞിരം റോഡിൽ കോൽപ്പാടം ക്രോസ്വേ നിറഞ്ഞൊഴുകി. അലനല്ലൂർ, എടത്തനാട്ടുകര, കണ്ണംകുണ്ട് പാലത്തിലും വെള്ളം കയറി. 2 സ്ഥലത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഒറ്റപ്പാലം, പനയൂരിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇത് ഉരുൾപൊട്ടലിന്റെ ഫലമാണോ എന്ന് നാട്ടുകാർക്ക് സംശയമുണ്ട്. പല വീടുകളിലും വെള്ളം കയറുകയും മുറ്റത്ത് മണ്ണും കല്ലും നിറയുകയും ചെയ്തതോടെ ആളുകൾ ഭയന്ന് വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി. വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മാനഹാനി വരുത്തിയ പുതുക്കാട് പാഴായി സ്വദേശി അറസ്റ്റിൽ. പാഴായി സ്വദേശിയായ സ്ത്രീയുടെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി പരാതിക്കാരിയുടെ മകനോട് പ്രതി ആവശ്യപ്പെട്ട പണം നൽകാതിരുന്നതിലുള്ള വൈരാഗ്യത്താൽ അസഭ്യം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന വിറകെടുത്ത് പരാതിക്കാരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്തതിന് പാഴായി സ്വദേശി തമിഴൻ വീട്ടിൽ വിഷ്ണു എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിഷ്ണു പുതുക്കാട് മാള പോലീസ് സ്റ്റേഷനിലായി 2 അടിപിടി കേസിലും 2 മോഷണ കേസിലും പ്രതിയാണ്. പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, ലാലു, GASI ജോബി, SCPO അരുൺ, CPOമാരായ യദു, ഫൈസൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി അറസ്റ്റിലായ യുവാവിനെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിത മയക്കുമരുന്നായ കഞ്ചാവ് കൈവശം സൂക്ഷിച്ച ചിറയ്ക്കൽ കോലോത്തുംകടവ് പാലത്തിനടുത്ത് താമസിക്കുന്ന മാപ്രാണം കുന്നുമക്കര സ്വദേശി ഉണ്ണിപ്പറമ്പിൽ വീട്ടിൽ അശ്വിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ ഷാജൻ എം.എസ്., എസ്ഐമാരായ ദിനേഷ് കുമാർ PR, രാജു KP, ASI ഗോപകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. റോഡ് നിർമ്മാണത്തിലെ അശ്രദ്ധ. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ഭാരം കയറ്റിവന്ന ലോറി ആക്സിലൊടിഞ്ഞ് ചെരിഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ പഴയ കോട്ടപ്പുറം ടോളിന് സമീപമാണ് സംഭവം. പെരുമ്പാവൂരിലേക്ക് മരത്തടികൾ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് റോഡിൽ ചെരിഞ്ഞത്. ലോറി എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന നിലയിലാണ്. മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്തതിനെ തുടർന്ന് ദിശ തെറ്റിയ ലോറി പ്രധാന റോഡ് വിട്ടിറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് നിർമ്മാണ സമയത്ത് പാലിക്കേണ്ടുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ലംഘിച്ചാണ് ദേശീയപാത നിർമ്മിക്കുന്നതെന്ന പരാതി വ്യാപകമാണ്. വരന്തരപ്പള്ളി കുറുമാലിപ്പുഴയ്ക്ക് കുറുകെയുള്ള കന്നാറ്റുപാടം ബ്രിട്ടീഷ് പാലത്തിന്റെ ഇരുവശത്തും ഒടുവിൽ സുരക്ഷാ ഭിത്തി നിർമ്മിച്ചു. പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ചെറിയ അശ്രദ്ധ വലിയ അപകടത്തിന് സുരക്ഷാ ഭിത്തിയുടെ അഭാവം കാരണമായിരുന്നു. 1921-ൽ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ നിർമ്മിച്ച പാലമാണിത്. പണിത കാലം മുതൽ സുരക്ഷാ ഭിത്തി ഉണ്ടായിരുന്നില്ല. കന്നാറ്റുപാടം സർക്കാർ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്ന പാലമാണിത്. കോടാലി, വെള്ളിക്കുളങ്ങര, കൊടകര ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളും ഈ പാലത്തെയാണ് ആശ്രയിക്കുന്നത്. കാരികുളം 907 ശിവക്ഷേത്രത്തിലെ ഉത്സവം, 907 ജാറം, ആണ്ടുനേർച്ച എന്നിവയ്ക്കെത്തുന്ന വാഹനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നതും ബ്രിട്ടീഷ് പാലത്തെയായിരുന്നു. പാലത്തിന്റെ രണ്ടറ്റവും സുരക്ഷ ഒരുക്കിയോ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചോ അപകടഭീതിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു. അപകടമില്ലാതിരിക്കാൻ ബ്രിട്ടീഷ് പാലത്തിന് കൈവരി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വർഷമാണ് കളക്ടർക്ക് പരാതി നൽകിയത്. ഇപ്പോൾ അത് നടപ്പിലായിരിക്കുകയാണ്. ഇതിന് പ്രത്യേകം നന്ദി കളക്ടറോട് പറയുകയാണ്. കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ റിജു മാവേലിയെ പഞ്ചായത്ത് ഓഫീസിനകത്ത് വെച്ച് വധിക്കാൻ ശ്രമിച്ച CPM ഗുണ്ടകളായ 3-ാം വാർഡ് മെമ്പർ VJ വില്യംസ്, EI ജയതിലകൻ എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ്, പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ഡെന്നി വർഗീസ്, റിൻസൺ മണവാളൻ, ML ഷാജു എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 80 രൂപ കൂടി ഗ്രാമിന് 9370 രൂപ, പവന് 74,960 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 5 മണിക്കൂറിലേറെ തുടർച്ചയായി പെയ്ത മഴയിൽ പുതുക്കാട് മണ്ഡലത്തിന്റെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം. ജില്ലയിൽ പെരുമഴ പെയ്ത് പലയിടത്തും മലവെള്ളപ്പാച്ചിലും ഗതാഗത തടസ്സവും.
വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മാനഹാനി വരുത്തിയ പുതുക്കാട് പാഴായി സ്വദേശി അറസ്റ്റിൽ. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി അറസ്റ്റിലായ യുവാവിനെ റിമാൻഡ് ചെയ്തു. റോഡ് നിർമ്മാണത്തിലെ അശ്രദ്ധ. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ഭാരം കയറ്റി വന്ന ലോറി ആക്സിലൊടിഞ്ഞ് ചരിഞ്ഞു. വരന്തരപ്പള്ളി കുറുമാലി പുഴയ്ക്ക് കുറുകെയുള്ള കന്നാറ്റുപാടം ബ്രിട്ടീഷ് പാലത്തിന്റെ ഇരുവശത്തും ഒടുവിൽ സുരക്ഷാഭിത്തി നിർമ്മിച്ചു. കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.